ബീഹാറിലെ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് മന്ദഗതിയിലാണ് ആരംഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ തവണയും ഇതുപോലെ 7 മണി മുതൽ ഒരു 9 മണി വരെ മന്ദഗതിയിൽ തന്നെയായിരുന്നു പോളിംഗ് ആരംഭിച്ചിരുന്നത്. പക്ഷേ അതിനുശേഷം കുതിച്ചുയർന്നൊരു കാഴ്ചയാണ് കാണുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് അരാരിയ ജില്ലയിലെ ആസാദ് അക്കാദമിയിലാണ്. ഈ അക്കാദമിയിൽ മാത്രം 6 ബൂത്തുകളാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. പല സ്ഥലങ്ങളിൽ നിന്ന് എത്തിയ ആളുകൾ ഓരോ ഭാഗത്തേക്ക് കേന്ദ്രീകരിച്ച് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേക ക്യൂ, ഇതുകൂടാതെ മൊബൈൽ ഫോൺ സൂക്ഷിക്കാൻ വേണ്ടിയുള്ള പ്രത്യേക സൗകര്യങ്ങൾ എന്നിവ ഉൾപ്പെടുത്തിയാണ് ഇപ്പോൾ ഈ ബൂത്ത് ഇവിടെ പ്രവർത്തിക്കുന്നത്. മാത്രമല്ല ഇത്തവണ 1165 പുരുഷന്മാരും 136 സ്ത്രീകളുമടക്കം 1302 സ്ഥാനാർത്ഥികളാണ് ഇവിടെ ജനങ്ങളുടെ ജനവിധി തേടുന്നത്. മാത്രമല്ല ഇതിന് വലിയൊരു പ്രത്യേകത, എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത, കഴിഞ്ഞ തവണ 15 സീറ്റുകൾ 3000-ൽ താഴെയും 3 ഇടത്ത് 1000 വോട്ടിൽ താഴെയുമാണ് ഭൂരിപക്ഷത്തിൽ ജയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏറെ നിർണായകമായിട്ടുള്ള ഒരു പോളിംഗ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ തവണ തന്നെ ഒരു ചെറിയ സീറ്റുകളുടെ, അതായത് ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായിട്ട് RJD തീരുന്ന ഒരു കാഴ്ചയായിരുന്നു കഴിഞ്ഞ തവണ കണ്ടത്. പക്ഷേ എങ്കിൽ പോലും പിന്നീട് JDU BJPയോടൊപ്പം അധികാരം പിടിക്കുന്ന ഒരു കാഴ്ച കൂടിയാണ് നമ്മൾ കണ്ടത്. വളരെ ശക്തമായ വോട്ടെടുപ്പാണ് ഒന്നാം ഘട്ടത്തിൽ നടന്നത്. 85% പോളിംഗ്, അതായത് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ഈ 1951-ൽ വോട്ടിംഗ് പ്രക്രിയ ആരംഭിച്ചതിന് ശേഷം ബീഹാറിലെ നിയമസഭാ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിരുന്നത്. രണ്ടാം ഘട്ടത്തിലും ആ തരത്തിലുള്ള ഉയർന്ന പോളിംഗ് രേഖപ്പെടുത്തുമോ എന്നുള്ളൊരു കാര്യത്തിൽ തന്നെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്.